ബാല്യകൗമാരം എന്ന വരികൾക്ക് ശേഷമുള്ള ഭാഗമാണ് നീ ആരംഭിക്കുന്നത്. ദിവസവും 2 നേരം കുളിക്കും, രാവിലെയും വൈകിട്ടും. മാത്രമല്ല, അടുത്തുള്ള അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, നിമിഷങ്ങളോളം നിന്ന് പ്രാർത്ഥിക്കും. അതൊരു ദിനചര്യയാണ്. ആത്മസംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങും. ചുരുക്കി പറഞ്ഞാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അമ്പലനടയിൽ വന്നിടും, പ്രഭാതത്തിലും പ്രദോഷത്തിലും അമ്പലനടയിൽ വന്നിടും, കുളികുറി വരയാൽ ശുചിത്വമോടെ വണങ്ങും ഈശനെ എന്നും അയാൾ, കുളികുറി വരയാൽ ശുചിത്വമോടെ വണങ്ങും ഈശനെ എന്നും അയാൾ. അമ്മാവൻ്റെ കീഴിലുള്ള പഠനം പൂർത്തിയായി. മാത്രമല്ല, ആ വീട്ടിലുണ്ടായിരുന്ന അമ്മാവൻ്റെ ശേഖരത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് ഹൃദിസ്ഥമാക്കി. അമ്മാവന് തോന്നി, ഈ പഠനം പൂർത്തിയായിട്ടില്ല, അവനെ സംസ്കൃതം പഠിപ്പിക്കണം. അങ്ങനെയാണ് അമ്മാവൻ നാണുവിനെയും കൊണ്ട് കായംകുളം പുതുപ്പള്ളിയിൽ വാരണപ്പള്ളി തറവാട്ടിലെത്തുന്നത്. അവിടെ പ്രസിദ്ധനായ കുമ്മമ്പള്ളി രാമൻപിള്ളയാശാൻ്റെ കീഴിൽ മകനെ സംസ്കൃത പഠനത്തിന് ഏൽപ്പിച്ചു. കുറഞ്ഞ ഒരു നാളുകൊണ്ട് നാണു ഗുരുവിൻ്റെ വാത്സല്യഭാജനമായി മാറി. എല്ലാ കാര്യത്തിലും നാണു മുൻപനാണ് മറ്റു വിദ്യാർത്ഥികളെക്കാൾ. അതുകൊണ്ട് തന്നെയാണ് ഗുരു ശിഷ്യബന്ധത്തിൻ അസുലഭമായോര നിമിഷങ്ങളാവോളം നുകർന്നൊരാ വേളയിൽ വീക്ഷണ വൈഭവ മേരിടുമാ പ്രിയ ശിഷ്യനെ ചട്ടമ്പിയാക്കി ഗുരുനാഥൻ. ഗുരു ശിഷ്യബന്ധത്തിൻ അസുലഭമായോര നിമിഷങ്ങളാവോളം നുകർന്നൊരാ വേളയിൽ ദക്ഷിണ വൈഭവ മേറിടുമാ പ്രിയ ശിഷ്യനെ ചട്ടമ്പിയാക്കി ഗുരുനാഥൻ.